തകഴിച്ചേട്ടൻ പരിഷത്ത് സാഹിത്യ അക്കാദമി ബന്ധപ്പെട്ടിരുന്ന കാലത്ത് ഹരിപ്പാട്ട് ഞങ്ങളുടെ പായിപ്പാട്ട് വെച്ച് വള്ളംകളി, ഓണത്തിൻ്റെ വള്ളംകളി, അന്ന് ഞാനും തകഴിച്ചേട്ടനായിരുന്നു മീറ്റിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ നോവൽ കാക്കത്തമ്പുരാട്ടി പുറത്തിറങ്ങിയിരിക്കുന്നത്. അതൊരു വലിയ ഇന്നത്തെ കാലത്ത് വലിയ നോവലായിട്ട് ആരംഭിച്ച ഒരു ജനകീയ നോവലാണ്. ഞാൻ 18 വയസ്സ് ചെയ്തത്. അപ്പോൾ കാക്കത്തമ്പുരാട്ടി എന്ന നോവൽ ഇറങ്ങിയ സമയം സിനിമയായല്ലോ അത്. ആ സിനിമയിൽ പി ഭാസ്കറിൻ്റെ സംവിധാന സിനിമയായി ഒരു നല്ല ഹിറ്റ് സിനിമയായിരുന്നു അത്. ഞാൻ പറഞ്ഞു അത് ആ നോവൽ ആ സമയത്ത് ഈ ഓണത്തിന് ഞാനും തകഴിച്ചേട്ടനും വള്ളംകളിയിൽ പങ്കെടുക്കും. തകഴിച്ചേട്ടൻ വേള എൻ്റെ ഒരു പുസ്തകം വന്നിട്ടുണ്ട് കേട്ടോ, അവാർഡ്. അത് 3 നോവലൊന്നും നിൻ്റെയാണ് കേട്ടോ എന്ന് തകഴിച്ചേട്ടൻ പറയും. അപ്പോൾ അതൊരു വലിയ അഭിമാനമല്ലേ. ഞാൻ 18 വയസ്സിൽ എഴുതിയ ആദ്യത്തെ നോവൽ സാഹിത്യ അക്കാദമിയിലെ അവാർഡിന് 3 പുസ്തക കൂട്ടത്തിൽ വന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല, ഇപ്പം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോയി എൻ്റെ പുസ്തകം വന്നിട്ടുണ്ട് കേട്ടോ, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ വരും. ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പുസ്തകം പരിഗണിക്കണമെന്നോ എൻ്റെ ഗാനം പരിഗണിക്കണമെന്നോ. പിന്നെ എല്ലാ കാലത്തും ഈ പറഞ്ഞ ഇതേ മനോവികാരമുള്ള പലരുമാണ് ജൂറി വരിക. കാരണം പ്രശസ്തിയോടുള്ള പരിഭവം, അത്രയും പ്രശസ്തി വേണ്ട, ഞങ്ങൾക്കില്ലാത്ത പ്രശസ്തി വേണ്ട എന്ന് വിചാരിക്കുന്നു. ഉദാഹരണമായിട്ട് എൻ്റെ ആദ്യ സിനിമ ചന്ദ്രകാന്തം, ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ ഞാൻ രാവിടിത്തനലായി മാറി എന്ന പാട്ട് എല്ലാവരും പ്രകീർത്തിക്കുന്ന പാട്ടാണ്. അതിൻ്റെ കാവ്യ ഗുണം കൊണ്ടും എല്ലാം. ആ പടം വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അതിൽ ഗായിക എസ് ജാനകി, ആ പാട്ട് പാടിയ എസ് ജാനകിക്കാണ് സ്റ്റേറ്റ് അവാർഡ്. സംഗീത സംവിധാനം MS ഉഷാണ്, ആദ്യം ട്യൂൺ ചെയ്ത് MS ഉഷാണ് ലിറിസിസ്റ്റ് മാത്രം ശ്രീവാരുടെ പേരിൽ. ഇതാണ് കേരള സംസ്ഥാനം എന്നോട് കാണിച്ചിട്ടുള്ളത്. എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന ഒരു തോട്ടൻ രാജശേഖരൻ, പിന്നെ N മോഹൻ, ഇവരൊക്കെ തന്നെ ഇതേ മനോവികാരമുള്ളവരായിരുന്നു. ചെറുപ്രായത്തിൽ അത്ര ആളാവണ്ട, ഞങ്ങളൊന്നും അത്ര ആളായില്ലല്ലോ. അപ്പം ഈ മനോഭാവം കൊണ്ട് എനിക്ക് സംസ്ഥാന അവാർഡുകളും കിട്ടാതെ പോയിട്ടുണ്ട്. പിന്നെ വേറൊന്നുണ്ട്, ഞാൻ വെട്ടിത്തുറന്ന് പറയും, ഇവരെയൊക്കെ ശത്രുക്കളാക്കും, അങ്ങനെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ ശത്രുക്കളോട് കൂടിയിട്ടുണ്ട്. പക്ഷെ വേറൊരു അത് എൻ്റെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വം പോയാൽ ശ്രീകുമാരൻ പോയി.